Good morning. Welcome back to my YouTube channel. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ്. നല്ല അടിപൊളി ഒരു റെസിപ്പിയാണ്, ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ആദ്യം തന്നെ ഫ്രിഡ്ജിൽ നിന്ന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമുക്ക് പുറത്തെടുത്ത് വയ്ക്കാം. ഈ റെസിപ്പി നമ്മൾ ഉണ്ടാക്കുന്നത് പത്തിരിപ്പൊടി വെച്ചിട്ടാണ്. ചിലപ്പോൾ ഇതെല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിരിക്കും, പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. പത്തിരിപ്പൊടിയെ നമുക്ക് ഈ ബൗളിലേക്കൊന്ന് മാറ്റാം. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പത്തിരിപ്പൊടിയായിരുന്നു കേട്ടോ ഇത്. കുറച്ചുകൂടെ ബാക്കി ഉണ്ടായിരുന്നു. എന്നാൽ പിന്നെ ഈ റെസിപ്പി ഈ പത്തിരിപ്പൊടി കൊണ്ട് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ബാക്കി വന്ന എല്ലാ പത്തിരിപ്പൊടിയും ഞാൻ ഈ ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഈ പത്തിരിപ്പൊടിയിലേക്ക് ചേർക്കാനായിട്ട് നമുക്കൊരു അരപ്പുണ്ടാക്കാം. കുറച്ച് തേങ്ങയും ഒരു 3-4 കുഞ്ഞുള്ളിയും പിന്നെ പെരുംജീരകവും എടുത്ത് ഒന്ന് ചതച്ചെടുക്കാം. ചതച്ചെടുത്ത ഈ മിക്സ് പത്തിരിപ്പൊടിയിലിട്ട് വെള്ളം ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ പത്തിരി നമ്മൾ ആവിയിൽ വേവിച്ചിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഇഡ്ഡലി പാത്രമൊക്കെ എടുത്ത് എണ്ണയൊക്കെ തൂവി കൊടുത്തിട്ടുണ്ട്. ഈ കുഴച്ച് വെച്ചതിൽ നിന്ന് കുറച്ചായി നുള്ളിയെടുത്ത് നമുക്ക് ഓരോരോ ബോളാക്കി കൊടുക്കാം. എന്നിട്ട് ഈ ബോളിനെ ഇഷ്ടമുള്ള ഒരു ഷേപ്പിലേക്ക് മാറ്റിയെടുക്കാം. ഞാൻ ഇവിടെ റൗണ്ട് ഷേപ്പിലാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതിൻ്റെ സൈഡിലൂടെ ഒരു ചായ കൂടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാം റൗണ്ട് ഷേപ്പിലാക്കി ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാം. പത്തിരി എവിടുന്ന് വേവട്ടെ, അപ്പോഴത്തേക്കും ചായ ചൂടോടെ തന്നെ അങ്ങ് കുടിക്കാമെന്ന് വിചാരിച്ചു. ചായ കുടിച്ചതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് തുറന്നു നോക്കി. കുറച്ച് സമയം കൂടി വേവട്ടെ എന്ന് വിചാരിച്ച് വീണ്ടും ഞാൻ അടച്ചു വെച്ചു. പത്തിരിക്ക് കോമ്പിനേഷനായിട്ടുള്ള ചിക്കൻ കറിയാണ് ഇനി ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണ് കേട്ടോ ഇത്.
അതിനുവേണ്ടി ഉള്ളി, തക്കാളി, പച്ചമുളക് എല്ലാം നമുക്ക് ആദ്യം തന്നെ കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ചിക്കൻ കറി ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിവിടെ കുറച്ച് നെയ്യും കുറച്ച് ഓയിലും കൂടിയാണ് കേട്ടോ മിക്സ് ചെയ്യുന്നത്. അതിലേക്ക് പിന്നെ ഉള്ളിയും പച്ചമുളകും ഒക്കെ ഇട്ട് കുറച്ചൊന്ന് വഴറ്റിയെടുക്കുക. കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കഴുകി വൃത്തിയാക്കി ഉപ്പ് മാത്രം ഇട്ട് വെച്ച ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ തക്കാളി കൂടി ഇട്ട് വെച്ച് നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. വളരെ കുറച്ച് മസാലകൾ മാത്രമേ ഇതിൽ നമ്മൾ ഇടുന്നുള്ളൂ കേട്ടോ. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ കുറച്ച് ഗരം മസാലയും. അപ്പോൾ മസാലയൊക്കെ നന്നായി അതിൽ മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും കുറച്ച് വെള്ളമൊഴിച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഫൈനലി കുറച്ച് തേങ്ങാപ്പാലും കൂടി ഒഴിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ഈ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച പത്തിരിയൊക്കെ ഈ ചിക്കൻ കറിയിലേക്കിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഇത് നമുക്ക് സെർവ് ചെയ്യാം. ഈ റെസിപ്പിയുടെ പേരെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് എനിക്ക് അറിയില്ല കേട്ടോ. വേണമെങ്കിൽ നമുക്ക് റൈസ് റൊട്ടി ഡിപ്ഡ് ഇൻ ചിക്കൻ കറി എന്ന് പറയാം. ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് പറയല്ല, സംഭവം ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. നല്ലൊരു റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.